കാവശ്ശേരി പരക്കാട്ടുകാവ് പൂരത്തിന് മുന്നോടിയായി രാമായണത്തിലെ യുദ്ധകാന്ഡം അധികരിച്ചുള്ള 7 ദിന തോൽപ്പാവക്കൂത്ത് സമാപനത്തിലേക്ക്. എണ്ണത്തിരിയുടെ നിഴൽ വെളിച്ചത്തിൽ രാമായണ കഥാപാത്രങ്ങളെ തോൽപ്പാവകളായി അരങ്ങിലെത്തിച്ചത് കൂനത്തറ രാമചന്ദ്ര പുലവരും സംഘവുമാണ്. ഭഗവതി ദാരികാസുര നിഗ്രഹത്തിൽ ഏർപ്പെട്ടിരുന്ന സമയത്താണ് രാമായണ ചരിത്രം സംഭവിക്കുന്നത്. നിഗ്രഹ ദൗത്യം കഴിഞ്ഞെത്തിയ ഭഗവതിക്കായി ശ്രീരാമകഥ പാവക്കൂത്തായി പുനരവതരിപ്പിച്ചു എന്നാണ് ഐതിഹ്യം. ഇതിന്റെ അനുസ്മരണമാണ് ദേവീക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള രാമായണം ഉത്തരാകാന്ഡം പാവക്കൂത്ത് അവതരണം. മാടപ്പുലവർ 21 നാളികേര മുറികളിൽ നല്ലെണ്ണ പകർന്ന് തിരിതെളിച്ച പ്രകാശത്തിലാണ് തോൽപ്പാവകൾ നിഴൽ ചിത്രങ്ങളായി എത്തുന്നത്. തോൽപ്പാവക്കൂത്തിന്റെ 5-ാം ദിവസം ഗരുഡപ്പത്ത് ആചരിച്ചു. കൂത്തുമാടത്തിന് സമീപത്തുള്ള ശങ്കരമുച്ചിയാലിൽ നിന്ന് കൂത്തുമാടത്തിലേക്ക് വലിച്ചുകെട്ടിയ ചരടുവഴി ഗരുഡനെ മത്താപ്പ് തിരികളുടെ തെളിച്ചത്തിൽ ആനയിച്ചെത്തിച്ചു. ദേവിക്ക് വേണ്ടി പണ്ട് കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ദേവിക്കും നാട്ടുകാർക്കും ഗ്രാമവാസികൾക്കും എല്ലാവർക്കും കണ്ട് ആസ്വദിച്ചുകൊണ്ട് അത് നാടിൻ്റെ എല്ലാ നന്മയ്ക്കും അഭിവൃദ്ധിക്കും ഓരോരുത്തർ ഭവനങ്ങളിലും ആ ചൈതന്യം എത്തിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാവരും പങ്കാളികളായിരുന്നു. പക്ഷെ അന്ന് കാർഷിക മേഖലയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു എല്ലാവരും ആ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ മീഡിയ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ TV പോലുള്ള മീഡിയ ഒക്കെ വന്ന കാലഘട്ടത്തിൻ്റെയൊക്കെ അതിന് മുൻപൊന്നുമില്ലല്ലോ. അപ്പോൾ അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് ഈ തോൽപ്പാവക്കൂത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള നേരത്തെ കൂടുതൽ സ്ഥലം പിടിക്കും പായ കൊണ്ടുവന്നിട്ടൊക്കെ. അപ്പോൾ ഇത് കണ്ട് ആസ്വദിക്കും. അന്ന് രാമായണം മഹാഭാരതം വായന എല്ലാവരുടെ വീടുകളിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കഥ അറിയാം. അപ്പോൾ ഇന്നിപ്പോൾ ഈ കാലഘട്ടത്തിൽ കഥ ആർക്കും അറിയാത്ത കാരണം കൊണ്ടും പിന്നെ രാമായണം അതായത് 7 ദിവസത്തെ കഥ എന്താണെന്നും ഞാനിപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും പോയിട്ട് കൂത്തുമാടം കൊട്ടി കയറിയാൽ അതിൻ്റെ മുൻവശത്ത് നിന്നുകൊണ്ട് അന്നത്തെ കഥ പറയാറുണ്ട്. ഇപ്പം എല്ലാം മനസ്സിലാവും. ഇപ്പം ഇവിടെയൊക്കെ
ഈ വർഷമൊക്കെ ഈ വർഷവും കൂടാതെ കഴിഞ്ഞ വർഷമൊക്കെ ദേവസ്വം ചെയർമാൻ്റെയൊക്കെ ആവശ്യപ്രകാരം അവരെല്ലാം കൂടി സഹകരിച്ചുകൊണ്ട് കഥ പറയണം എന്നുള്ള ആ ഒരു ധാരണയിലേക്ക് എത്തിയ സമയത്ത് എല്ലാവരും ഒരു 2 മണിവരെ ഇപ്പോൾ കൂത്ത് കാണാൻ ഇവിടെ ആളുണ്ട്. അപ്പോൾ ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലായി. പണ്ട് കാലത്ത് അങ്ങനെയല്ല, കൂത്തുമാടം കൊട്ടിക്കറിയ കാരണവന്മാർക്ക് എല്ലാം അറിയാവുന്ന ആ സമൂഹം ഉണ്ടായിരുന്നുകൊണ്ടൊന്നും പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇന്നത് പറയേണ്ട ആവശ്യം വന്നപ്പോൾ ഇവിടെ ജനങ്ങളും കാണാൻ വേണ്ടി കാണികളായിട്ട് കൂടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ മാഹാത്മ്യം വളരെ ഗംഭീരമായിട്ട്. എവിടെയും പാവക്കൂത്ത് മുടങ്ങിയിട്ടില്ല. കൂത്ത് മുടങ്ങിയാൽ നാടിൻ്റെ ആ സമ്പന്നതയും ഐശ്വര്യവും എല്ലാം അതില്ലാതാവുന്നതാണ്. ഇന്നത്തെ കഥ ഇന്ന് 5-ാം ദിവസമാണ് ഇവിടെ കാവശ്ശേരി പരക്കാട്ടുകാവിൽ. ഇന്ന് 5-ാം ദിവസത്തെ കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇന്ന് ഗരുഡപ്പത്ത് എന്നാണ് പറയുക. മറ്റുള്ള ദിവസങ്ങളെ എല്ലാം ആ ദിവസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഈ ദിവസം പൂർണ്ണ സമയവും ദേവി ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നു. ദേവി കൂത്ത് കാണുന്നു, കൂത്ത് കേൾക്കുന്നു. അതായത് നാഗാസ്ത്രം അയച്ചുകൊണ്ട് രാവണൻ്റെ പ്രഥമ പുത്രനായിട്ടുള്ള ഇന്ദ്രിയത്ത് രാമൻ്റെ സഹോദരനെയും വാനര സൈന്യങ്ങളുടെയും മേത്തൊക്കെ ഈ നാഗാസ്ത്രം അയക്കുകയാണ്. അപ്പോൾ നാഗത്തിൻ്റെ വിഷമേറ്റ ആ കാരണം കൊണ്ട് ഈ ഭൂമിയിൽ വിഷത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ ആ അംശം ഉണ്ടാകുമ്പോൾ സാക്ഷാൽ വൈകുണ്ഠാധിപതിയായിട്ടുള്ള ശ്രീരാമസ്വാമിയുടെ അവതാരം അദ്ദേഹം എപ്പോൾ എടുത്തോ അപ്പോൾ ആ സമയത്താണ് ഈ രാമായണം കഥ ഈ നീളനാടക രൂപത്തിലൂടെ ആരംഭിച്ചു തുടങ്ങിയിട്ടുള്ളത്. തുടർന്ന് പകൽപൂര കമ്മിറ്റിയുടെ വെടിക്കെട്ട് നടന്നു. 7-ാം ദിവസം വ്യാഴാഴ്ച കൂത്താഭിഷേകത്തോടെയാണ് പാവക്കൂത്ത് സമാപനം. പാവക്കൂത്ത് കഴിഞ്ഞ 28-ാം ദിവസമാണ് പൂരം. വെള്ളിയാഴ്ച പൂരത്തിന് കാവശ്ശേരി ദേശം കൂട്ടാഴി എഴുതും. പിറ്റേന്ന് കഴനി, വാവുള്ളിയാപുരം ദേശങ്ങളിലും കൂട്ടാഴി എഴുതും. ഏപ്രിൽ 10-നാണ് കാവശ്ശേരി പൂരം. UTV ന്യൂസ്, പാലക്കാട്.